ഞാൻ ഡോക്ടർ അനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേരള ഹൈക്കോടതിയിലെ ട്രാൻസ്ലേറ്റർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. 20 ഒഴിവുകളാണ്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാകാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ട്. ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടലായ https:/hckrecruitment.keralacourts.in ലഭ്യമാണ്. എന്തെങ്കിലും സംശയമൊക്കെ വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പർ ഉണ്ട്. 0484256223 എന്ന നമ്പർ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇമെയിലും കൊടുത്തിട്ടുണ്ട്. recruitment.hckkerala@nic.in എന്ന ഇമെയിലും ചോദിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. മറ്റു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരളത്തിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. നേരത്തെ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും https:/hckrecruitment.keralacourts.in ലഭ്യമാണ്. ഈ സൈറ്റ് വഴി തന്നെ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാൻ പറ്റും. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് നമ്പർ 14/2025 എന്നുള്ളതാണ്. പോസ്റ്റിന്റെ പേര് ട്രാൻസ്ലേറ്റർ ആണ്. കോൺട്രാക്ട് ബേസ്ഡ് ആയിരിക്കും നിയമനം. ശമ്പളമായിട്ട് പ്രതിമാസം 31,020 രൂപയായിരിക്കും ലഭിക്കുക. ആകെ ഒഴിവുകളുടെ എണ്ണം 20 ആണ്. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് 2 ദിവസം ഉൾപ്പെടെയാണ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത. അതോടൊപ്പം കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലുള്ള അറിവെന്നുള്ളത് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ. ഇത്രയും മാത്രമാണ് യോഗ്യത. കാണാൻ ഒരുവിധപ്പെട്ട ഡിഗ്രി ഉള്ളവർക്കെല്ലാം ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കുക. ഇതിലേക്കുള്ള നിയമനം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. 2026 ജൂലൈ 19 വരെയാണ് ഇപ്പൊ നിലവിൽ ആദ്യ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക. പിന്നീട് അത് ഗവൺമെന്റ് റിക്വയർമെന്റ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് ട്രാൻസ്ലേഷൻ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടാവും. ട്രാൻസ്ലേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു 50 മാർക്കിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. ഇന്റർവ്യൂവിന് 10 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഒരു ട്രാൻസ്ലേഷൻ ആണ് പരീക്ഷയ്ക്ക് ടെസ്റ്റിൽ ഉപയോഗിക്കുക. 20 മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. 50 മാർക്കില് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഇവരുടെ ഹൈക്കോടതിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ ചെല്ലാനുണ്ട്. ആ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും അടയ്ക്കാൻ സൗകര്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇതിലേക്ക് എക്സാമിനേഷൻ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ. കേരളത്തിൽ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എറണാകുളം ചൂസ് ചെയ്യണം. ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ ഒരിക്കൽ കൂടി പറഞ്ഞു. https:/hckrecruitment.keralacourts.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ഹോൾ ടിക്കറ്റ് ഈ സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് എടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും? ആദ്യം നിങ്ങളെ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് https:/hckrecruitment.keralacourts.in സൈറ്റിൽ പോവുക. ആ 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്നുള്ളതിൽ നമ്മൾ ചെയ്യണം. ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഹൗ ടു അപ്ലൈ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ കൊടുത്ത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആണ് അപേക്ഷിക്കണം എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് പറ്റും. ഹോൾ ടിക്കറ്റ് കോൾ ലെറ്റർ ഇന്റർവ്യൂ ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് നേരിട്ട് എടുക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതിന്റെ ആ വെബ്സൈറ്റ് സന്ദർശിക്കുക. റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കരുത്. ഇതേക്കുള്ള പ്രധാനപ്പെട്ട തീയതികൾ പറഞ്ഞിട്ടുള്ളത് അപേക്ഷ സ്വീകരിക്കുന്നത് 2025 നവംബർ 17 മുതൽ ഡിസംബർ 16 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫീസ് അടയ്ക്കാൻ ആ സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ടും പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ സൈറ്റിലുള്ള ചെല്ലാൻ ഫോം ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. അതിന് ഡിസംബർ 18 മുതൽ ഡിസംബർ 24 വരെ സമയം തന്നിട്ടുണ്ട്. കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0484256223 എന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇമെയിൽ
ഇമെയിൽ ഐ ഡി recruitment.hckerala@nic.in ഇമെയിൽ അയച്ചും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ഈ അവസരം പരമാവധി എടുത്ത്. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതെന്ന് രേഖപ്പെടുത്തോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.